ഒരു ദൃശ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. മിറാഷിനെ നമ്മൾ കണ്ടു ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന്. ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു തീറ്റടിച്ച് ത്രില്ലറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു ഇതിൽ തന്നെയാണ് സിനിമയുടെ തിരക്കഥയെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു സീറ്റടിച്ച് സംഭവമൊന്നും വന്നില്ല. എനിക്കെന്തോ എൻ്റെ ഒരു വ്യക്തിപരമായ ഇതാണ്. സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിലൊക്കെ ഒരു ആദ്യത്തെ 1 മണിക്കൂറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇമോഷണൽ കണക്റ്റായി ആ ഒരു സംഭവം റിവീൽ ചെയ്ത് നല്ലൊരു പ്രതീതി ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ പിന്നീട് പോകെ ഒരു കുറച്ച് കല്ലുകടി രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നോക്കൂത്തി പോലീസുകാരുണ്ട്. ഇവർ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, ഒരു പോലീസുകാർ പോലും അങ്ങനെ പ്രതികരിക്കുന്നില്ല. അപ്പോൾ അതൊരു കല്ലുകടിയായിട്ട് തോന്നി. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും കൊന്ന ഒരു സ്ക്രീൻ പ്ലേ നമ്മളിപ്പം ഓരോരോ ഇതളുകളായി അടർന്നു വീഴുന്ന ഒരു സ്ക്രീൻ പ്ലേ സംഭവങ്ങൾ അതൊക്കെയാണ് ഒരു ഉദ്ദേശിച്ചത്. അതായത് ഒരിടത്ത് IQ ഹൈ ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാൻ എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. എന്തോ എനിക്കൊരു ജസ്റ്റ് ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ കിട്ടുള്ളൂ. ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പടം വെച്ച് നോക്കുമ്പോൾ ജിത്തു ജോസഫിൻ്റെ മുമ്പ് ഇറങ്ങിയ 8 നില പൊട്ടിയൊരു പടം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രയോ നല്ല പടമാണ്. മിറാഷ് പോലത്തെ ഒരു പടം വെച്ച് നോക്കുമ്പോൾ ജിത്തു ജോസഫിൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റാത്തൊരു രീതിയിൽ പോകുമോ എന്നെല്ലാം നോക്കിക്കൊണ്ടാണ് പടം കയറി കണ്ടത്. എന്നിരുന്നാൽ പോലും പടത്തിലെ ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് പടത്തിലെ ഓരോ ഇമോഷൻസ് നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനാണ് പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇൻ്റർവൽ സീനൊക്കെ എത്തുമ്പോഴത്തേക്കും പടത്തിൻ്റെ ജിത്തു ജോസഫിൻ്റെ ഒരു പീക്ക് സംഭവത്തിൽ കൊണ്ട് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. ആ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമുക്ക് ഓവർ പ്രതീക്ഷയിലാണോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇനി എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലാണോ എന്നുള്ള രീതിയിലാണ്. അവിടെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫിൽ നിലനിർത്തിയ ആ ഒരു സംഭവം നമുക്ക് ഇതിലോട്ട് കിട്ടുന്നില്ല. പക്ഷേ ഈ പടം നീ കൊള്ളത്തില്ല എന്നല്ല, ഡീസൻറ്റ് വൺ പടമാണ്. അത് ഭയങ്കരമായിട്ടുള്ള മോശമെന്ന് പറയാനുമില്ല, ഭയങ്കരമായ വൺ പടമൊന്നും അല്ലാത്ത രീതിയിലുള്ള ഡീസൻറ്റ് വൺ പടമാണ്, അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഹാഫും കാര്യം ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി നൽകുന്നില്ല. അത് മാത്രമേ പടത്തിൽ ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി ആക്ടേഴ്സ് ആണെങ്കിൽ അഭിനയിച്ചിട്ടാണെങ്കിൽ ബിജു മേനോനും ജോജി ജോർജൊക്കെ ഒരു രക്ഷയില്ല. അവരുടെ കിഡിൽ ആക്ടിങ് കാര്യങ്ങൾ പടത്തിലെ ഇമോഷൻസ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനാണ് പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഒരു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. എന്നിരുന്നാൽ ബോറും അടിക്കാത്ത രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം, അത്രയേ ഉള്ളൂ. ഒരു ഡീസൻറ്റ് പടം. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി നൽകുന്നത്. അത് തന്നെയാണ് എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ കുറേ ലോജിക്കില്ലായ്മ അങ്ങനെയുള്ള സീനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് ആ പടത്തിൻ്റെ കഥയുമായിട്ട് കണക്റ്റ് ആവുന്നത് കൊണ്ട് വലിയ വിഷയമില്ലാതെ പോകും. ചിലർക്ക് ദഹിക്കാൻ ചിലർക്ക് ദഹിക്കില്ല. എന്നാലും ഒരു ആവറേജിൽ ഒരു ഡീസൻറ്റ് പടം, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല. കുഴപ്പമില്ല. അഭിനയമൊക്കെ നല്ലതാണ്. ത്രില്ലറാണ്. അത്യാവശ്യം ഓക്കെയാണ്. ഫിലിപ്പാണ് മെയിൻ. ഫിലിപ്പിൻ്റെ ഉണ്ട്. സ്ലോ അല്ല, നമുക്ക് ലാഗില്ലാതെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം ടെസ്റ്റുകളുണ്ട്, കുഴപ്പമില്ല. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതിന് മോശം പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ആരുടെയില്ല. എല്ലാം നല്ല പെർഫോമൻസ് ഇല്ല. നല്ല ഫിലിമാണ്. അതിൻ്റെ ഒരു നല്ല മെസ്സേജാണ് ക്ലൈമാക്സിൽ കൊടുക്കുന്നത്. ആ ഒരു മീനിങ്ങിൽ അത് കണ്ടാൽ നല്ല ഫിലിം ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് ബൈക്ക് ഗംഭീരമായിരുന്നു. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ലതുണ്ട്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗടിച്ചു. പക്ഷെ നല്ല പടം. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നല്ല പടമായിരുന്നു. അല്ല, ഒത്തിരി സസ്പെൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പടം ആക്ച്വലി എനിക്ക് മറ്റേ ലാസ്റ്റ് മൂവിയായ മിറാഷിനെക്കാട്ടിലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്തെങ്കിലും പക്ഷെ കുഴപ്പമില്ല. ആസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മിറാജിൻ്റെ ഒരു ഇത് ഹാങ് ഓവർ കിടക്കുന്നുണ്ട്, അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിനേക്കാളും ഗംഭീരം പെർഫോമൻസ് വൈസ് ബിജു മേനോനും പിന്നെ നമ്മുടെ ജോജി ജോർജ് രണ്ടുപേരും തകർത്തിട്ടുണ്ട്. മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് പീക്ക് പടമായിരുന്നു. പിന്നെ സ്റ്റോറിയും സ്ക്രിപ്റ്റും എല്ലാം കൊള്ളാം. എനിക്ക് ഓക്കെ ആയിരുന്നു, പടം ഇഷ്ടപ്പെട്ടു. ഇത് ആവറേജേ ഉള്ളൂ, പോരാ. സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര മോശം, ഒട്ടും പോരാ. നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ അഭിനയമൊക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. പടം എന്ന് വെച്ചാൽ സ്ഥിരം ജിത്തു ജോസഫ്, വിഷ്വൽസ്, ഡയറക്ഷൻ അതൊക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ സ്ഥിരം കണ്ട മെമ്മറീസിൻ്റെ അത്രയൊന്നും ടച്ച് ആയില്ല. പക്ഷേ വൺ ടൈം വാച്ചബിൾ. ബിജു മേനോൻ്റെയും ജോൻ അഭിനയം ഇതൊക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ കണ്ടുമടുത്ത അതേ സ്ക്രിപ്റ്റ് പോലെയൊക്കെ വൺ ടൈം വാച്ചബിൾ.